ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അരൂരുള്ള ഫ്ലാറ്റ് ഞങ്ങൾ സെല്ല് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പേര് രചന എന്നാണ്. രചന എന്നാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റിന് ഇട്ട പേര്. ഇത് മനോരമയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു. ഇപ്പം ഞങ്ങളിങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് മാറിയതുകൊണ്ട് നമുക്ക് ഈ അരൂർ നമുക്കൊരു ഫ്ലാറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. 700 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ഇത് ഫർണിഷ്ഡ് ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ മാസം പോയിട്ട് ഈ ഫർണിച്ചേഴ്സൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമും പിന്നെ സെമി ഫർണിഷ്ഡാണ്. കബോർഡ്, ഈ പറയുന്ന റാക്കുകൾ എല്ലാം അതുപോലെ തന്നെയുണ്ട്. ഫർണിച്ചേഴ്സ് വൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയുണ്ട്. ഇതൊരു ചെറിയ ഫാമിലിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്നൊരു ഫ്ലാറ്റാണ്. ഇത് നമുക്ക് വലിയൊരു ഹാളായതുകൊണ്ട് ആ ഹാളിന് നമ്മൾ ഒരു പാർട്ടീഷൻ വെച്ചിട്ട് ഡൈനിങ് റൂമും ലിവിങ് റൂമും ആയിട്ട് മാറ്റിയതാണ്. ഈ പെയിൻറ്റിങ്സൊക്കെ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ പെയിൻറ്റിങ്സ് ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഞങ്ങൾ ഇതിൻ്റെ കബോർഡുകളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലാറ്റ് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്ലാറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഫസ്റ്റ് ഹോം എന്ന് പറയുന്നൊരു ഫ്ലാറ്റാണ്. അപ്പോൾ ഇത് 2 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. കിച്ചണാണെങ്കിലും കിഴക്കോട്ടാണ് ദർശനമൊക്കെ ഉള്ളത്. പിന്നെ 2 ബെഡ്റൂമിൽ രണ്ടിൻ്റെയും ജനാല തുറന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് ജനലൊക്കെ തുറന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നതാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു AC ഉണ്ട്. AC നമ്മളിപ്പോഴും മാറ്റിയിട്ടൊന്നുമില്ല. AC അവിടെ തന്നെയുണ്ട്. AC ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കബോർഡ് ആണെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഇല്ലാത്തതെന്ന് പറയുന്നത് കട്ടിലുകളില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫർണിച്ചേഴ്സും ഇല്ല. പിന്നെ TV അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തു. പിന്നെ ഇതാണ് രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത്. രണ്ടാമത്തെ റൂം ഒരു സ്റ്റഡി സ്പേസ് പോലെയൊക്കെ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ കിഡ് റൂം എന്നുള്ള രീതിയിലും ആണിത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞ് ചെറുതായിരുന്നപ്പം അത് കിടക്കാനൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു. ഞാൻ പകരം അത് എൻ്റെ എഴുത്തുമുറിയൊക്കെ ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനൽ തുറന്നിട്ടാലും ഒക്കെ വളരെ നല്ല ഇതാണ്. 2 അറ്റാച്ച്ഡ് ബാത്റൂംസാണ്. ഇതിലൊക്കെ ഞാൻ പടമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് എല്ലാം നമ്മൾ മാറ്റി വളരെ നീറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കിയിട്ട് തന്നെ ഇട്ടിരിക്കുന്ന ഒന്നാണ്. ഈ രചന എന്ന് പറയുന്ന ഫ്ലാറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെമ്മറീസും ഒക്കെ ഉള്ളൊരു ഫ്ലാറ്റാണ്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഇതാണ്. ഞങ്ങൾ ഹൗസ് വാമിംഗ് ഒക്കെ നടത്തി കയറിയൊരു ഫ്ലാറ്റാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ EMI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെൻറ്റിന് കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ റെൻറ്റിന് കൊടുത്താലും പിന്നീട് നമ്മൾ അരൂരോട്ടൊന്നും വരാൻ അത്ര ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ 2 പേരുടെയും സ്ഥലവും അരൂരല്ല. എൻ്റെ സ്ഥലം ഹരിപ്പാടും ഹസ്ബൻഡിൻ്റെ സ്ഥലം കൊല്ലത്തുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് മെയിനായിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് താല്പര്യമുള്ള ആൾക്കാർ, ജെന്യുവനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. നെഗോഷ്യബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നെഗോഷ്യബിളാണ്. അപ്പം ജെന്യുവനായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം എല്ലാവരും വിളിക്കുമല്ലോ അല്ലേ?